ഹലോ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ മനസ്സിൽ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ്റെ ഫ്യൂച്ചർ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഇതിനു വേണ്ടി നമ്മൾ 3 പൈൽസാണ് എടുക്കുന്നത്. സോ ഐ ഹാവ് പൈൽ നമ്പർ 1, 2 and 3. സോ പൈൽ നമ്പർ 1, നിങ്ങൾ പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ യെസ്, നിങ്ങളുടെ മനസ്സിലുള്ള ആൾക്ക് നിങ്ങളോടും ഒരു ചെറിയൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് പോയി പറയാം, അല്ലെങ്കിൽ അവരോട് പോയി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് സേ ഇറ്റ്. ഓക്കെ, ഇതിൽ കുറേ പേര് പറയാണ്ട് ഇങ്ങനെ മാറി നിന്ന് നോക്കുന്ന ആൾക്കാരാണ്. ഇതിലൊരു ചെറിയൊരു സ്മോൾ കാറ്റഗറി ഉണ്ട്. അവർ റിലേഷൻഷിപ്പിൽ ഉള്ള വേറൊരാളെയാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞാൽ അവിടെ പോയി അവരുടെ റിലേഷൻഷിപ്പിൽ പണി കൊടുക്കരുത്. ബട്ട് ഓവറോൾ നിങ്ങൾ സിംഗിളാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളും സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വർത്ത് എക്സ്പ്ലോറിങ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പോസിറ്റീവാണ്. സോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടെങ്കിൽ പോയി ചോദിക്കുക, പോയി സംസാരിക്കുക. ബിക്കോസ് ഇറ്റ്സ് വർത്ത് എക്സ്പ്ലോറിങ് ആൻഡ് നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി ഇത് വളരെ നല്ലൊരു പീരീഡാണ്. സോ പൈൽ നമ്പർ 2, നിങ്ങൾ പൈൽ നമ്പർ 2 ചൂസ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 2. ഈ പൈൽ നമ്പർ 2, ഓക്കെ, ഇത് നമ്മൾ ഒരു മനസ്സിലൊരു കണക്ഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്. പക്ഷേ ഈ പൈൽ നമ്പർ 2 കാണുന്ന കുറച്ച് പേര് ആക്ച്വലി സിംഗിൾസാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വേറെ ആളൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഒരു രസത്തിന് കാണുന്നതാണ്, അതെനിക്ക് മനസ്സിലായി. സോ ഈ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവർ കുറേ നാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ബട്ട് ദിസ് റിലേഷൻഷിപ്പ് ഈസ് വർത്ത് ഇറ്റ്. ഈ സിംഗിൾസ് കാണുന്നവർക്കുള്ള മെസ്സേജാണിത്. ഇനി ഇതിലൊരു സെക്കൻഡ് കാറ്റഗറി ഉണ്ട്. ഇവരെന്നോട് ഇവരുടെ എക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവരോടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് റിലേഷൻഷിപ്പിന് എക്സ്ട്രീമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. കുറച്ച് പേര് വളരെ ഇൻറ്റൻസായിട്ട് ഫീൽ ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഒരാളെ വ്യക്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാം അവരെന്ത് പറയണോ അതാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം എന്താണോ അതാണ് നിങ്ങൾ നോക്കുന്നത്. നമ്മളുടെ പാർട്ട്ണറിൻ്റെ ഇഷ്ടം നമ്മൾ നോക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് വേറൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇത്രയും ഡിപ്പെൻഡൻ്റ് ആവരുത്. സോ ഇവരോട് യൂണിവേഴ്സിനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, യെസ്, ഈ കണക്ഷൻ വളരെ നന്നായി തന്നെ മുമ്പോട്ട് പോകും, പക്ഷേ നിങ്ങൾ അതിനൊരു ചേഞ്ച് കൊണ്ടുവരണം. ആൻഡ് നിങ്ങൾ കൊണ്ടുവരേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടിയും എൻജോയ് ചെയ്യുക. ഇതൊരു കണക്ഷനാണ്, ഇതൊരു റൊമാൻറ്റിക് ഫീലിംഗ് ആണ്, ഞാനിത് എൻജോയ് ചെയ്ത് പോവുകയാണ്. ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാനോ നിൽക്കരുത്. സോ ലെറ്റ്സ് ഗോ ഫോർ പൈൽ നമ്പർ 3. ഓക്കെ, സോ പൈൽ നമ്പർ 3യുടെ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3യോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ ഇത് 2 രീതിയിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ മേ ബി ഫ്രണ്ട്സ് ഗ്യാങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഒരാൾ നിങ്ങളെ വാൺ ചെയ്യാനായിട്ട് വരും. ഇയാൾ വാൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ആക്ച്വലി ട്രൂത്ത് ആണെങ്കിൽ കൂടിയും ഇയാൾക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. അതിനുവേണ്ടി ഇയാൾ കുറച്ച് ഗോസിപ്പും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സെക്കൻഡ്, ഇയാൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾക്ക് ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് എക്സാക്ട്ലി ഒരു ഫുൾ ചീറ്റിംഗ് ആണെന്ന് ഞാൻ പറയില്ല. മേ ബി അയാൾ ഫുള്ളായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിൽ തരുന്നുണ്ടായിരിക്കില്ല. ഇയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാൾസ് ഹോപ്പ് തന്നിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച ആളല്ല ഇത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസപ്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഒരു ക്രഷാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൂടുതൽ അവരെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ഗോ ഫോർ എ റിലേഷൻഷിപ്പ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാം അറിയാം.
അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആൻഡ് നിങ്ങളോട് ഒരു മെസ്സേജും കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ഈ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി വേണ്ടാന്ന് വച്ച പല കാര്യങ്ങളുണ്ടായിരിക്കും, അതെല്ലാം നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് വൺ മോർ തിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ കുറച്ച് പേര് കുറച്ച് നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഫോറസ്റ്റ് അല്ലെങ്കിൽ ഗ്രീനറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെയും അങ്ങനെയുള്ള നേച്ചർ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഫുൾ 110% കൊടുക്കാതെ കുറച്ച് നിങ്ങളെ കൂടി നിങ്ങൾ കെയർ ചെയ്യണം എന്നൊരു മെസ്സേജും കൂടെ ഈ ഒരു പൈൽ നമ്പർ 3ക്ക് വരുന്നുണ്ട്. സോ ഓവറോൾ പൈൽ നമ്പർ 3, പ്ലീസ് ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ് and take care. So that's all for today. I will see you in the next video.